Hi all, LD typist, computer assistant, stenographer, instructor in stenography എന്നീ കാറ്റഗറിയിലേക്കുള്ള നമ്മുടെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒക്ടോബർ 22 ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ അന്നത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് എത്ര മാർക്ക് ഏതൊക്കെ സബ്ജക്റ്റിലാണ് ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 40 മാർക്ക്, ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് മലയാളം, തമിഴ്, കന്നഡ 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്. ഇങ്ങനെയാണ് സിലബസ് ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നത്. സോ നമുക്ക് ഈ ഡീറ്റെയിൽഡ് കൊടുത്തിരിക്കുന്ന ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഇതിനപ്പുറത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരാതിരിക്കാം. ബട്ട് ഈ സിലബസിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ടോപ്പിക്സ് എങ്ങനെയാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും കവർ ചെയ്ത് പോയിട്ട് വേണം എക്സാമിന് പോകാൻ. എങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഗ്രേഡിൽ എത്താൻ സാധിക്കുന്നതായിരിക്കും. സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫാക്ട്സ് അബൌട്ട് കേരള, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, റിനൈസൻസ് ഉണ്ട്, ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നോക്കി പോവുക. എന്നിട്ട് അത് എഴുതിയെടുക്കുകയോ പ്രിൻ്റ് ചെയ്യുകയോ ചെയ്തിട്ട് അതെല്ലാം കവർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ എക്സാമിന് പോകാൻ ശ്രമിക്കുക. റിനൈസൻസ് ഇൻ ബ്രഹ്മാനന്ദ ശിവയോഗി, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, വാഗ്ബടാനന്ദ, തൈക്കോടയ്യ, അയ്യ വൈകുണ്ഠ, പൊയ്കയിൽ യോഹന്നാൻ, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, മന്നത്ത് പത്മനാഭൻ, വീട്ടി ഭട്ടതിരിപ്പാട്, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, വൈക്കം മൗലവി, ബ്ലസ്ഡ്, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ദെൻ കറണ്ട് അഫയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് വേൾഡ്, നാഷണൽ, റീജിയണൽ ഇവൻറ്റ്സ് റിലേറ്റഡ് ടു ദി പൊളിറ്റിക്കൽ ആൻഡ് സയൻറ്റിഫിക് ഫീൽഡ്, സ്പോർട്സ് ഉണ്ട്, സിനിമ ആൻഡ് ലിറ്ററേച്ചർ എക്സെട്ര. ദെൻ പാർട്ട് 2 ആണ് വന്നിരിക്കുന്നത്. പാർട്ട് 1 വന്നിരുന്നത് നമ്മുടെ GK ആണ്, ഫാക്ട്സ് അബൌട്ട് കേരള, ഇന്ത്യ, റിനൈസൻസ് ആണ്. ദെൻ പാർട്ട് 2 വന്നിരിക്കുന്നത് നമ്മുടെ ട്രേഡിൻ്റെ തന്നെയാണ്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ്. വേർഡ് 2007, എക്സൽ 2007, പവർ പോയിൻറ്റ് 2007 ഉണ്ട്. ദെൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, MS വേർഡിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി ശ്രദ്ധിച്ച് വേണം, കംപ്ലീറ്റ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ഒക്ടോബർ 22 ആകുമ്പോഴത്തേക്കും എക്സാം വരും. ഈ ഒരു സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം തന്നെ നല്ലൊരു റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും. പ്രിലിംസ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഷോർട്ട് ഹാൻഡിൻ്റെ എക്സാം ആയിരിക്കും നടത്തുക. ഈ പ്രിലിംസ് പാസ്സായി കഴിയണം. നല്ലൊരു റാങ്ക് അറ്റൈൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് പ്രിലിംസ് പാസ്സാവാൻ സാധിക്കത്തുള്ളൂ. സോ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ വേണം പോകാനായിട്ട്. സോ MS വേർഡ് കഴിഞ്ഞു. MS എക്സൽ ആണ് ഇനി നോക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് എക്സൽ ആണ്. ആഡിങ് ആൻഡ് റിമൂവിങ് വർക്ക് ബുക്ക്, റോസ് ആൻഡ് കോളം, ഫോർമാറ്റിംഗ് ഇൻ സെൽ, ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഇൻ എക്സൽ, ചാർട്ട്സ്, pivot table, sort, filter, conditional formatting, creating formulas, inserting date and time, data validation, shortcut keys. ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് എക്സലിൽ കിടക്കുന്നത്. ദെൻ വരുന്നത് പവർ പോയിൻ്റ് ആണ്. MS വേർഡും MS എക്സൽ കഴിഞ്ഞു. ഇനി പവർ പോയിൻറ്റിൽ ഇൻസേർട്ടിങ് ആൻഡ് ഡിലീറ്റിംഗ് എ സ്ലൈഡ്, വ്യൂസ്, ഇൻസേർട്ടിങ് ചാർട്ട്, ഡയഗ്രാം, സ്മാർട്ട് ആർട്ട്, സൗണ്ട്, വീഡിയോ, സ്ലൈഡ് നമ്പർ, ലിങ്ക്സ്, ഡേറ്റ് ആൻഡ് ടൈം, പേജ് സെറ്റപ്പ്, സ്ലൈഡ് ഓറിയൻറ്റേഷൻ, സ്ലൈഡ് ഷോ, സ്ലൈഡ് ലേഔട്ട്, അറേഞ്ച് ഒബ്ജക്ട്സ് ഓൺ ദി സ്ലൈഡ്. ഇത്രയും ടോപ്പിക്സ് ആണ് പവർ പോയിൻറ്റിൽ കിടക്കുന്നത്. ദെൻ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ടൈപ്പ് റൈറ്റിംഗ് ആണ്. ടൈപ്പ് റൈറ്റിംഗിന് 10 മാർക്കാണ് വരുന്നത്. ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ, കീസ് ഓഫ് ടൈപ്പ് റൈറ്റർ, പാർട്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, ക്ലീനിങ് ആൻഡ് ടൈപ്പ് റൈറ്റർ, റോക്കർ മെക്കാനിസം, ഡോഗ് ബ്ലോക്ക്, മൂവ്മെൻറ്റ്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, ഒഫീഷ്യൽസ്, അബ്രീവിയേഷൻ, ഫങ്ഷൻസ് ഓഫ് ടൈപ്പ് റൈറ്റർ, സിമ്പിൾസ്. ഇത്രയാണ് ടൈപ്പ് റൈറ്റിംഗിൽ വരുന്ന സിലബസിൽ വന്നിരിക്കുന്നത്. ഇനി അടുത്ത സിലബസ് എന്ന് പറയുന്നത് പാർട്ട് 4 ആണ്. അത് റീജിയണൽ ലാംഗ്വേജ് ആണ് വരുന്നത്. 20 മാർക്കാണ് റീജിയണൽ ലാംഗ്വേജ് എന്ന് വരുന്നത്. മലയാളം, കന്നഡ, തമിഴ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട് ഓരോ ലാംഗ്വേജിലും.
മലയാളത്തിലെ ടോപ്പിക്സ് നമുക്ക് നോക്കാം. പദശുദ്ധിയുണ്ട്, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീതപദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യം ചേർത്തെഴുതുക. ഇത്രയാണ് മലയാളത്തിൽ നിന്നുള്ള ടോപ്പിക്സ് ഉള്ളത്. മലയാളം വളരെ ഈസിയാണ്, നമുക്കൊന്ന് മനസ്സിലാക്കിയ 20 മാർക്കും നമുക്ക് നേടാൻ പറ്റുന്നതായിരിക്കും. ദെൻ കന്നഡ ലാംഗ്വേജിൽ വരുന്ന സിലബസാണ് ഈ വന്നിരിക്കുന്നത്. സോ കന്നഡയിൽ ലാംഗ്വേജിൽ ആരെങ്കിലും എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ നോക്കുക. തമിഴും നോക്കുക. ദെൻ പാർട്ട് 5 വന്നിരിക്കുന്നത് ജനറൽ ഇംഗ്ലീഷാണ്. ജനറൽ ഇംഗ്ലീഷിലും 20 മാർക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മൊഡ്യൂൾ 1 വന്നിരിക്കുന്നത് കോംപ്രിഹെൻഷൻ പാസേജ് ആണ്. ദെൻ മൊഡ്യൂൾ 2 വന്നിരിക്കുന്നത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ്, ക്യാപിറ്റലൈസേഷൻ, പഞ്ച്വേഷൻ, സെൻറ്റൻസ് കറക്ഷൻ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ്. ദെൻ മൊഡ്യൂൾ 3 വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് യൂസേജ് ഇൻ ഡേ ടു ഡേ അഫയേഴ്സ്. Incomplete sentence in dialogues are asked to complete them using question tags usage such as had, better, not only but also, if clause, etc. conditional clauses യൂസ് ചെയ്യുന്നത് അൺലെസ് അതുപോലെയുള്ളത്. ദെൻ മൊഡ്യൂൾ 4 വന്നിരിക്കുന്നത് ഇഡിയംസും ഫ്രേസസും ആണ്. സോ ഇംഗ്ലീഷും മലയാളം നമ്മുടെ ലാംഗ്വേജ് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. GKയും ഒരുവിധം നോക്കുക. ദെൻ മാത്സ് നമുക്ക് LT ടൈപ്പിസ്റ്റിൻ്റെ സിലബസിലില്ല, അതുകൊണ്ട് തന്നെ മാത്സിനുള്ള ആ ഒരു ടെൻഷൻ വേണ്ട. നമ്മുടെ ലാംഗ്വേജിൽ നിന്ന് തന്നെ അത്യാവശ്യം മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ദെൻ മൊഡ്യൂൾ 5 വേർഡ് ഓർഡർ ആണ്. വേർഡ് ഓർഡർ ആൻഡ് സെൻറ്റൻസ് ഓർഡർ. മൊഡ്യൂൾ 6 വരുന്നത് ബേസിക് ഗ്രാമർ ആണ്. മൊഡ്യൂൾ 7 വരുന്നത് വോയിസ്. മൊഡ്യൂൾ 8 വന്നിരിക്കുന്നത് റിപ്പോർട്ടർ സ്പീച്ച് ആണ്. മൊഡ്യൂൾ 9 സ്പെൽ ചെക്ക്. സോ ഇത്രയും സിലബസ് നിങ്ങൾ ഏത് രീതിയിലാണെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ദിവസവും ഓരോ ടോപ്പിക്സ് ആയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ കൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കാണുക. ഓക്കെ, താങ്ക് യു.